ലോക്സഭ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. 1 മണിക്ക് തുടങ്ങിയ ചർച്ച 8 മണിക്കൂർ നീളുകയാണ്. അനൂപ് ദാസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, വാശിയേറിയ ചൂടേറിയ ചർച്ചയാണ് രാജ്യസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വാദപ്രതിവാദങ്ങൾ അതേത് രൂപത്തിലാണ്? 1 മണിക്ക് ഈ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച് കിരൺ റിജ്ജു സംസാരിച്ചു. അതിനുശേഷം കോൺഗ്രസിൽ നിന്നും ഒപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും BJP-യിൽ നിന്നും ഒക്കെ തന്നെ ആളുകൾ സംസാരിച്ചു. പക്ഷെ ഇന്നലെ ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ഭരണ പ്രതിപക്ഷ പോരിലേക്ക് ഈ ചർച്ച മാറുന്നുണ്ട്. കോൺഗ്രസ് അംഗം ആദ്യം തന്നെ സയ്യിദ് നസറുദ്ദീൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതിഷേധമുയർന്നു. അതായത് എന്തിനാണ് വ്യാജ പ്രചാരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് BJP-യോട് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ നിന്ന് ചോദിച്ചത്. പക്ഷേ BJP അത് ഗണ്ണിക്കാൻ ശ്രമിച്ചു. വലിയ പ്രതിഷേധമുണ്ടായി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ YSR കോൺഗ്രസ് രാജ്യസഭയിലും ഈ ബില്ലിനെ എതിർത്ത് സംസാരിച്ചു. ഒപ്പം തന്നെ ബിജു ജനതാദൾ എതിർത്ത് സംസാരിച്ചു. DMK അംഗം എതിർത്ത് സംസാരിച്ചു. CPM അംഗം എതിർത്ത് സംസാരിച്ചു. RJD അംഗം എതിർത്ത് സംസാരിച്ചു. എന്തായാലും ഭരണപക്ഷത്ത് നിന്ന് JP നഡ്ഡ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് തൊട്ടു മുൻപാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ട കേരളത്തിൽ നിന്നുള്ള MP-മാർ തമ്മിലുള്ള വലിയ വാഗ്വാദത്തിന് കൂടി സഭ സാക്ഷിയായത്. എന്തായാലും ഇന്ന് ചർച്ച ഇന്നലത്തേതുപോലെ തന്നെ അർദ്ധരാത്രിയോളം നീണ്ട് ഭേദഗതികളൊക്കെ പരിഗണിച്ച ശേഷം മാത്രമേ ബില്ല് സഭ കടക്കാൻ സാധ്യതയുള്ളൂ. എണ്ണം നോക്കിയാൽ NDAക്ക് ഭൂരിപക്ഷമുണ്ട്. സഭ കടന്ന് ബില്ല് മുന്നോട്ട് പോകും. ശരി, ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണം നോക്കിയാൽ സ്വാഭാവികമായും ബില്ല് രാജ്യസഭയിലും പാസ്സാകും.